ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ്. ഒരാൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് നാവിലെ രസം മാത്രമല്ല, കാഴ്ചയിലെ സൗന്ദര്യമാണ്. കാഴ്ചയിലെ സൗന്ദര്യമാണ്, നാസാദ്വാരങ്ങളിലെ സുഗന്ധമാണ്. നിറവും മണവും രുചിയും ചേരുമ്പോഴാണ് ഒരു ഭക്ഷണത്തെ ഞാനും നിങ്ങളും ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്നത്. ഇത് വിപണിയിലുള്ള കച്ചവടക്കാർക്കറിയാം, ഞാൻ അവരെ ആക്ഷേപിക്കല്ല. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ തയ്യാറാക്കുന്ന ഭക്ഷണത്തെ കളർ ചേർക്കാൻ അവർ നിർബന്ധിതരാകുന്നു. നാട്ടിൻപുറത്തെ സാധാരണ കണാരേട്ടന്റെ ചായക്കടയിൽ ചായ കുടിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി. അവിടെ വൈകിട്ട് ചായയും പഴംപൊരിയും ചായയും നുറുക്കും ബിസ്ക്കറ്റും കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. എല്ലാവർക്കും വേണ്ടത് കളർഫുള്ളായ ടേസ്റ്റിയായ ഫുഡാണ്. ഈ ഫുഡിനെയൊക്കെ വൃത്തിയിൽ സംരക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരം ഓക്കെയാണ്. പക്ഷെ അത് തുടർച്ചയായി എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിന് താങ്ങാവുന്നതിലധികം ഹെവി ഫുഡ് എത്തുമ്പോഴാണ് ശരീരം പ്രതികരിക്കുന്നത്. ആ പ്രതികരണമാണ് സിറോസിസായി, കരൾ ഡിസീസായി. ആ പ്രതികരണമാണ് കിഡ്നി ഫെയിലിയറായി നമ്മുടെ മുമ്പിൽ ഹതാശയരായി കിടക്കുന്നത്. ഞാൻ നിങ്ങളെ ഇപ്പോൾ ക്ഷണിക്കുകയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വാർഡിൽ ഒന്ന് പോയി നോക്കൂ. നാളെ ഞായറാഴ്ചയാണ്. ഡോക്ടർമാർക്കറിയാം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസുകൾ വർദ്ധിക്കുന്നത് സൺഡേസിലാണ്. കാരണമൊന്നുമല്ല, ആഘോഷിക്കാൻ വേണ്ടി ഉല്ലസിക്കാൻ വേണ്ടി ആളുകൾ പുറത്തിറങ്ങും. ആ ഉല്ലാസത്തിന് വീര്യം കുറയുമ്പോൾ വീര്യം കൂട്ടാൻ വേണ്ടി ചില ഉൽപ്പന്നങ്ങൾ ചെറുപ്പക്കാരും മുതിർന്നവരും ഉപയോഗിക്കും. ചിലപ്പോ അത് മദ്യമായിരിക്കും, വേറെ ചിലപ്പോ അത് സ്റ്റാമ്പുകളായിരിക്കും, വേറെ ചിലപ്പോ അത് പുകകളായിരിക്കും, വേറെ ചിലപ്പോ അത് വലിക്കുന്ന വേറെ എന്തെങ്കിലും വസ്തുക്കളോ പൊടികളോ ആയിരിക്കും. ഏതുമാവട്ടെ, ഈ ലഹരിയുടെ മായാലോകത്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ ചിന്താഗതി ഞാനൊരു പൈലറ്റ് ആണെന്നാണ്. അതിവേഗതയിൽ അവൻ വണ്ടി താളാത്മകമായി ഓടിക്കുകയാണ്. ചെന്നുപോയി മുട്ടുന്നത് ഏതോ വേറെ പാവം ഒരു ദരിദ്രവാസിയുടെ വേറെ ഏതോ ഒരു സഹോദരന്റെ വാഹനത്തിലായിരിക്കും. അയാളും അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ സൺഡേസിൽ, ഈവനിങ്ങിൽ വരുന്ന, നൈറ്റിൽ വരുന്ന ഈ ആക്സിഡന്റ് കേസുകളിലെ ഒരു 60% ലഹരി ഉപയോഗിച്ചതിന്റെ പേരില്ല. പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന് കൊടുത്ത സുസ്ഥിരമായ ആരോഗ്യത്തെ അവൻ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പരിശോധനാ ഫലങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് ചില മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചൂടെ? ഡോക്ടർമാർ പറയും, കിഡ്നി പേഷ്യന്റ് ആവുന്ന ആളുകൾക്ക് ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടി ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമെത്താതെ ഡീഹൈഡ്രേഷൻ അതെത്താതെ വരുമ്പോ ശരീരം പ്രതികരിക്കുകയും രക്തം നീരിലേക്ക് മാറുകയും അങ്ങനെ ബ്ലഡിഷായി മാറുകയും ചെയ്യുന്നു. നോക്കൂ എത്ര സങ്കടകരമാണ്. പ്രത്യേകിച്ചും എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, സന്ധ്യ കഴിഞ്ഞാൽ, രാത്രി വളരെ വൈകിക്കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ, ദേശീയപാതകൾക്കരികിൽ എത്രമേൽ കടകള ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത്. അവിടെ ധാരാളം വ്യത്യസ്തങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറഞ്ഞാടുകയാണ്. ഭക്ഷണം മനുഷ്യന്റെ ആരോഗ്യത്തിനാണ്. പക്ഷെ ഒരു ഭക്ഷണം കഴിച്ച് മനുഷ്യൻ രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അപകടവും അബദ്ധവും എന്താണ്? ആ അബദ്ധത്തിലേക്ക് വൈകി ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക തുടങ്ങിയ ഒരുപാട് അബദ്ധങ്ങൾ പ്രബുദ്ധരായ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമാതിരി എല്ലാ തിന്മകൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു ശേഷിയെക്കുറിച്ചാണ് SOSന്റെ സാന്ത്വനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ. അവിടെ ചുറ്റുവട്ടത്ത് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ മുൻകൈയാൽ കഴിഞ്ഞ 28 കൊല്ലം മുമ്പ് SOSന്റെ ആഭിമുഖ്യത്തിലുള്ള സഹായി വാദി സലാം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ, വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും മായം ചേർക്കാത്ത ഭക്ഷണം ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നതായിരിക്കുമല്ലോ എന്ന വിശ്വാസത്തിന്റെ കൂടി പുറത്താണ് അവിടെ കൊടുക്കുന്നത്. എല്ലാ ദിവസവും 500ഉം 1000ഉം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ആളുകൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നു. മരുന്നില്ലാത്ത കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നത്? ഇവിടെ SOSന്റെ സാന്ത്വനം പ്രവർത്തകർ അവരുടെ പ്രവർത്തനവുമായി പോകും, വീടുകൾ കയറിയിറങ്ങും. അവര് വീടുകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൈ മടക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വീടുകളിൽ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കിടപ്പ് രോഗികളായ ആളുകൾ ഉണ്ടാകും. ആ കിടപ്പ് രോഗികൾക്ക് വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം കൊടുക്കാൻ പറ്റില്ലേ? ഒരു ഉമ്മയുണ്ട്, തിരൂരങ്ങാടിയിലാണ് അവരുടെ വീട്.
9 മക്കളെ പെറ്റിട്ടുണ്ട്. ആ 9 മക്കളെ പെറ്റ ഉമ്മ 2 കൈ സ്ട്രോക്ക് വന്ന് വളഞ്ഞ് അത് നെഞ്ചിനോട് ചേർന്ന് നഖം നീണ്ട് ആ നഖം ചെസ്റ്റിലുള്ള മാംസപാളികളിലേക്ക് ഊർന്നിറങ്ങി അവിടെ പുഴുവരിക്കുന്ന രീതിയിലാണ് നമ്മുടെ വളണ്ടിയർമാർ പോയി നോക്കുമ്പോൾ കാണുന്നത്. അതിദയനീയമായ ചിത്രം. 9 മക്കൾ ജീവപാനമായി കുടിച്ച ആ സുന്ദരമായ ശരീരത്തിന് ഈ കൈയൊന്ന് മാറ്റിവെക്കാൻ, ആ കൈയുടെയും ശരീരത്തിലെ ചെസ്റ്റിലുള്ള സ്കിന്നിന്റെയും ഇടയിൽ ഒരു കോട്ടൺ പീസ് വെക്കാൻ ഒരു മകൻ പോലും ഉണ്ടായില്ല, ഒരു മകള് പോലും ഉണ്ടായില്ല എന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ അറിയാത്ത ധാരാളം മനുഷ്യരുണ്ട്. കോഴിക്കോട് ഒരു വിദ്യാർത്ഥി സംഘമുണ്ട്. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഘമാണ്. അവരുടെ പരിപാടി എന്താ? കോഴിക്കോട് നഗരത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനം, ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, ഓൾഡ് ഏജ് ആയ ആളുകൾ. ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ വീട്ടിൽ പോയി അവരെ സമീപിച്ച് അവരുമായി ചുമ്മാ ടോക്ക് ടൈം, അവരുമായി സംസാരിക്കുകയാണ്. അവരെ കൂട്ടി വാഹനത്തിൽ കൂട്ടി മാളുകളിലോ ബീച്ചുകളിലോ വന്ന് അവരോട് വാ തുറന്ന് സംസാരിക്കുന്നു. എത്രയോ ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ ആളുകൾ ഇന്ന് വീടുകൾക്കകത്ത് തടവറയിൽ കഴിയുന്നു എന്ന് മനസ്സിലാക്കി കുട്ടികൾ അതിന് പേയ്മെന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടുനീളെ ഇങ്ങനെ ഹതാശയരായ ആളുകൾ, ചിലർക്ക് മാനസിക പിന്തുണയായിരിക്കും കൊടുക്കേണ്ടത്, വേറെ ചിലർക്ക് ലഹരിയിൽ നിന്നുള്ള മുക്തിയായിരിക്കും. കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നുണ്ട്. കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള കാരണം അവൈലബിലിറ്റിയാണ്. നാടുനീളെ ഒരുപാട് അപരിചിതരായ ആളുകൾ വന്ന് നമ്മുടെ ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ചെറിയ പൗച്ചുകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അവിടെ ഇടപെടാൻ സാമൂഹ്യമായ പ്രബുദ്ധത നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നാടിനെ ഒന്നിച്ചു പിടിക്കാൻ കഴിയും. രോഗത്തിന് മതമില്ല, രോഗത്തിന് ജാതിയില്ല, രോഗത്തിന് രാഷ്ട്രീയമില്ല. രോഗം ആർക്കും വരാം. വരാവുന്ന സമയത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം വന്ന ആളുകളെ അവരെ ചേർത്തു പിടിക്കാൻ കഴിയണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവ്യവചനം വഹി ഇറങ്ങുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആദ്യ വചനം ഓതിക്കൊടുത്തു. ഗുഹയിൽ നിന്ന് നേരെ പനിച്ചു വിറച്ച് വീട്ടിലേക്ക് വരികയാണ്. പ്രിയതമ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലുള്ളത്. വീട്ടിലേക്ക് ചെന്നപ്പോ ഈ ഭാര്യ ഭർത്താവിനോട് എന്തായിരിക്കും പറയാ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട് പോവണ്ട, അല്ലെങ്കിലും ഞാൻ പറഞ്ഞാ കേൾക്കൂല, ഞാൻ ഇല്ലാതെ ഒറ്റക്കല്ലേ നിങ്ങൾ പോയത് എന്ന കുത്തുവാക്കുകളല്ല, എന്ന വിമർശന സ്വരങ്ങളല്ല. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ. പടച്ചവനാണേ സത്യം, നിങ്ങളെ ഒരിക്കലും ദൈവം സൃഷ്ടാവ് കൈവടിയില്ല. എന്നിട്ട് എന്താ ചേർത്ത് പറയുന്നത്? അങ്ങ് ശരണമില്ലാത്ത ആളുകൾക്ക് ശരണം കൊടുക്കുന്നവരല്ലേ, അങ്ങ് ഗതിയില്ലാത്ത ആളുകൾക്ക്, അഗതികളായ ആളുകൾക്ക് ഗതി നിർണയിച്ചു കൊടുക്കുന്ന ആളുകളല്ലേ, അങ്ങ് അശരണരായ ആളുകൾക്ക് ശരണം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അങ്ങോട്ടും ഭയപ്പെടേണ്ടതില്ല, അങ്ങക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് ആശ്വസിപ്പിച്ചുവെങ്കിൽ ജീവൽ മൗലികമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് സാന്ത്വന പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ കൈ മെയ് മറന്ന് ഇവിടെയുള്ള സാന്ത്വനം പ്രവർത്തകർ ഇടപെടുന്ന സമയത്ത് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. ഒപ്പം ഒരു എജു ഹബ്ബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ പ്രൈവറ്റ് ഏജൻസികളിലൊക്കെ തൊഴിൽ രംഗത്തേക്ക് എത്താനും ജീവിതം സുസ്ഥിരമായ രീതിയിൽ കൊണ്ടുപോകാനും ഈ സംരംഭം കാരണമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് SOS നടത്തുന്ന സകലമാന സന്നദ്ധ പ്രവർത്തനങ്ങളിലും ആശ്വാസ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഉണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.